ഇതേതാ പരിചയമില്ലാത്തൊരു മാരണം കണ്ടിട്ടൊരു ലക്ഷണക്കേട്. ആരാ? എന്താ വേണ്ടേ? എന്റെ ചേട്ടാ ഒന്ന് വേഗം പറയൂ, ഞങ്ങൾക്ക് ഇവിടെ വേറെ പണിയുണ്ട്. സുരേഷേ ഇവിടെ താടാ. സുരേഷേ ഒരു മിനിറ്റ് കേട്ടോ, പാർട്ടിസിപ്പൻസിനെ സ്റ്റേജിലേക്ക് വിടല്ലേ. ഞാൻ പറയാം, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ ഊമിയെങ്ങാനാണോ? എന്റെ ചേട്ടാ ഇവിടെ കുന്നപ്പോലെ നിൽക്കുക, അവിടെ പോയി നമ്മുടെ പ്രോഗ്രാം എല്ലാം കാണാൻ നോക്ക്. ഓ ഈ പരിപാടിയൊക്കെ കുറെ ഞാൻ കണ്ടതാ. ഇതിപ്പോ എനിക്ക് ഇവിടെ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഊമയല്ല ഏട്ടാ, മിണ്ടുന്നുണ്ട്. ഹാ ഇതെന്താ വാക്കിൻ ഓഡീഷനോ? വരുന്നവര് ചാൻസ് ചോദിച്ചിട്ട് വരാൻ. എക്സ്ക്യൂസ് മീ സർ. അല്ലേ വേണ്ട, നിങ്ങൾ സീനിയേഴ്സിന്റെ അടുത്ത് ഇനി ഞാൻ എന്ത് പറയാനാ. എന്റെ ചേട്ടാ ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ ചില സിസ്റ്റം ഒക്കെ ഉണ്ട്. രജിസ്റ്റർ ചെയ്യണം, ചെയ്താ. പ്രാക്ടീസ് ചെയ്യണം, ചെയ്താ. അങ്ങനെ പലതും. ആ സിസ്റ്റം ഒക്കെ അവിടെ വെക്ക്. ഞാനും പണ്ട് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നാ. ഇവിടുത്തെ നിയമവും കാര്യങ്ങളും ഒന്നും എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. അത് നടക്കൂന്ന് തോന്നുന്നില്ലല്ലോ ചേട്ടാ. തോന്നുന്നില്ല എന്നല്ല, നടക്കൂല. അതെന്താ, എനിക്ക് പ്രായമായതുകൊണ്ടാണ്. അതല്ല ചേട്ടാ, അങ്ങനെയല്ല, അത് നടക്കൂല. എന്നാ പിന്നെ ഗാന്ധിജിയുടെ മാർഗം നടക്കുള്ളൂ. ഞാനിവിടെ കുത്തിയിരിക്കാൻ പോവാ. എന്ത് വന്നാലും എനിക്ക് ഇന്നൊരു പരിപാടി അവതരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടേ ഞാൻ പോവും. ഓ ഇതൊരു പ്രശ്നമല്ല, ഇത് നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റും തോന്നണല്ല. ഇനിയിപ്പോ എന്നാ പ്രസിഡന്റോ സെക്രട്ടറിയോ തീരുമാനിക്കട്ടെ, ഒന്നും അനൗൺസ് ചെയ്യുന്നത്. ആ പ്രസിഡന്റോ സെക്രട്ടറിയോ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നാട്ടുകാരുടെ കലാപബോധമാകുന്നതിന് മുമ്പ് പെട്ടെന്ന് എത്തിച്ചേരുക. ഈ പറയുന്ന ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വരുമോ? എന്റെ നടു കൊടുക്കുന്നു. എന്താ പ്രശ്നം? ഇയാളാരെ എന്തിനാ ഇവിടെ കുത്തിയിരിക്കുന്നു? ഓ ഉപ്പില്ലാത്തൊരു കുത്തിയിരിപ്പ് അത്യാഗ്രഹം. ഇയാൾക്ക് ഇന്ന് തന്നെ ഒരു പരിപാടി അവതരിപ്പിക്കണമെന്ന് പറ്റൂല എന്ന് പറഞ്ഞപ്പോ തുടങ്ങിയതാ. പഴയ പ്രസിഡന്റാ, ഞാൻ ജനിക്കുന്നതിന് മുമ്പത്തെ തോന്നണേ. ചേട്ടാ എന്താ പ്രശ്നം? ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ പരിപാടി നടത്തിക്കോട്ടെ. അത് തന്നെ ഞാനും പറയണേ. പരിപാടി നടക്കണം, കൂടെ എന്റെ ഒരു പരിപാടി നടത്തണം. ചേട്ടാ തൽക്കാലം പോട്ടെ. അടുത്ത പരിപാടിക്ക് തീർച്ചയായിട്ടും ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഇത് എന്റെ വാക്കാ, അരുണിന്റെ വാക്ക്. മോനെ മൊയ്തീനെ, ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എന്റെ അരുണേ, ആൾക്കാർ അവിടെ ഒച്ചയും പോകണം തുടങ്ങി. ആ മാർഗത്തിന് അവിടെ എങ്ങനെയൊന്ന് മാറ്റാൻ നോക്ക്. എടാ എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എടാ ശബരിയോടെ കൂട്ടിക്കോ, കാര്യമുണ്ട്. ഓക്കെ ചേട്ടോ. അപ്പോൾ ഒരു ഉഗ്രം പരിപാടി അടുത്തത് ചേട്ടൻ്റെ വക. റെഡിയാണോ? കുളവാവൂ എന്നാ മാഷേ. ചേട്ടോ അടുത്ത ചേട്ടൻ്റെ വക. അപ്പം വാസു റെഡിയല്ലേ? ബിൽക്കുൽ റെഡി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പരിപാടി നോക്കിയോ. ഈ പ്രോഗ്രാം കൊള്ളാമല്ലോ. മരണം പോയി, സമയം പോയി, വേഗം പരിപാടി നടത്താം. സുരേഷേ ഓൾ സെറ്റ്.